PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ 130 ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നേക്ക് 100 ദിവസം നമ്മൾ തികച്ചിരിക്കുകയാണ്. ഇനി 30 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ടൈം ടേബിൾ പ്രകാരമുള്ള ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 130 ദിവസത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 60 ഡേയ്സ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 30 ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ 3 പാർട്ടായിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള 30 ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ 60 ദിവസം നമുക്ക് ഡിഗ്രി പ്രിലിംസ്, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റേജ് 1 എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ടൈം ടേബിൾ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 30 ദിവസത്തെ ടൈം ടേബിൾ ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ 130 ദിവസത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും 60 ഡേയ്സ് ടൈം ടേബിൾ ആണെങ്കിലും ഏത് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം വഴിയാണ് നമ്മൾ PDF ഒക്കെ കൊടുക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറയുക. അതുപോലെ മാക്സിമം പേരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡേ 31 മുതലാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഡേ 31 നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ്: ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മിഡീവിയൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, കോൺട്രിബ്യൂഷൻസ്. 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 മധ്യകാല സമൂഹം, വിഭവം, വിനിമയം. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. മാത്സിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ. ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസ്. കറണ്ട് അഫയേഴ്സ് 2021 ഡിസംബർ. ഇത്രയുമാണ് ഡേ 31 പഠിക്കാനുള്ളത്. ദെൻ ഡേ 32 +2 ഹിസ്റ്ററി. അതിലെ 7th ചാപ്റ്റർ ഒരു രാജകീയ തലസ്ഥാനം. 8th ചാപ്റ്റർ കർഷകരും സെമീന്ദാർമാരും രാഷ്ട്രവും. 9th ചാപ്റ്റർ രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും. 10th ചാപ്റ്റർ കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്. ഡേ 33 ഇന്ത്യൻ ഹിസ്റ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, INC, സ്വദേശി സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. സയൻസ് ആൻഡ് ടെക്നോളജി ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി ഫ്രം പബ്ലിക് ഹെൽത്ത് ടു കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. ഡേ 34 പഠിക്കാനുള്ളത് മാത്സിൽ സ്ഥാനനിർണയ പരിശോധന, ഇംഗ്ലീഷ് ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഇന്ത്യൻ ഹിസ്റ്ററി, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് പ്രയർ, ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്. 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഡേ 35 നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ISRO, DRDO ആക്ടിവിറ്റീസ്. ദെൻ മാത്സിൽ അനലോഗി സമാന ബന്ധങ്ങൾ, ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, IT ടൈപ്സ് ഓഫ് ക്രൈംസ്. മലയാള സാഹിത്യത്തിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. ഡേ 36 ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്.
സയൻസ് ആൻഡ് ടെക്നോളജി, എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് പോളിസീസ്, ന്യൂക്ലിയർ പോളിസി. ഡേ 37 പഠിക്കാനുള്ളത് ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, മാത്സിൽ ഒറ്റയാനെ കണ്ടെത്തുക, മലയാള സാഹിത്യത്തിലെ എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, സംസ്കാരത്തിൽ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ, കറണ്ട് അഫയേഴ്സ് 2021 ജനുവരി ആൻഡ് ഫെബ്രുവരി. ദെൻ ഡേ 38 വേൾഡ് ഹിസ്റ്ററിയിൽ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ, ചൈനീസ്, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻസ്. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 മധ്യകാല ലോകം. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം. ഡേ 39 നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മാത്സിൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ, ഇംഗ്ലീഷിൽ കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, മലയാള സാഹിത്യത്തിൽ കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ കൃതികൾ, എഴുത്തുകാർ. കറണ്ട് അഫയേഴ്സ് 2022 മാർച്ച് ആൻഡ് ഏപ്രിൽ. നേരത്തെ 2021 ജനുവരി ആൻഡ് ഫെബ്രുവരി ആയിരുന്നു കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, ഇതിന് മുന്നേയുള്ള ദിവസം 2021 ജനുവരി ആൻഡ് ഫെബ്രുവരി ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കേട്ടോ. നെക്സ്റ്റ് ഡേ 40 ആണ്. വേൾഡ് ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ലോകം 20ാം നൂറ്റാണ്ടിൽ. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ. മാത്സിൽ കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ. ഇംഗ്ലീഷിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്. കമ്പ്യൂട്ടർ സയൻസിൽ IT ആൻഡ് അതർ ലോസ്. ഡേ 41 മലയാള സാഹിത്യത്തിൽ മലയാള പത്രപ്രവർത്തനം, സംസ്കാരത്തിൽ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സ്ഥാപനങ്ങൾ. സ്പോർട്സിൽ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ. ഡേ 42 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ആണ്. അത്രയും ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ PSC ബുള്ളറ്റിൻ, തൊഴിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ദിവസം ചെയ്യാം കേട്ടോ. ദെൻ ഡേ 43 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടെയിൻ ടു കോസ്റ്റൽ പ്ലെയിൻ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 6 വൈവിധ്യങ്ങളുടെ ലോകം. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ. 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ. ഇംഗ്ലീഷിൽ പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഡേ 44 മാത്സിൽ ദിശാവബോധം, മലയാള സാഹിത്യത്തിലെ പ്രധാന അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ. കറണ്ട് അഫയേഴ്സ് 2021 ഫുൾ റിവിഷൻ ചെയ്യുക. ഡേ 45 ഇന്ത്യൻ ജോഗ്രഫിയിൽ ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. മാത്സിൽ ക്ലോക്ക്, സമയവും കോണളവും പ്രതിബിംബവും. ഇംഗ്ലീഷിൽ സിനോണിംസ്. കറണ്ട് അഫയേഴ്സ് 2022 ജൂലൈ. ഡേ 46 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺസ് ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ്, വെസ്റ്റേൺ ഗാർഡ്സ് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂസ്. മലയാള സാഹിത്യത്തിലെ മലയാള സിനിമ ഹാഫ് പഠിക്കുക, പകുതി പഠിക്കുക. ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് ടെസ്റ്റ്. കറണ്ട് അഫയേഴ്സ് 2022 ഓഗസ്റ്റ്. IT ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് റിവിഷൻ ചെയ്യുക. നെക്സ്റ്റ് ഡേ 47 ഇന്ത്യൻ ജോഗ്രഫിയിൽ വൈദ്യുത പദ്ധതികൾ, അണക്കെട്ടുകൾ, വ്യവസായങ്ങൾ, ഭക്ഷ്യ കാർഷിക വിളകൾ, ചുരങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ. കലയിൽ കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഉത്ഭവം, വ്യാപനം, പ്രധാന സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. ഇംഗ്ലീഷിൽ ആന്റണിംസ്, ഫ്രേസൽ വെർബ്സ്. മലയാളത്തിൽ മലയാള സിനിമയുടെ ബാക്കി ഭാഗം. മാത്സിൽ കലണ്ടറും തീയതിയും. കറണ്ട് അഫയേഴ്സ് 2022 ഒക്ടോബർ. ഡേ 48 കേരള ജിയോഗ്രഫിയിൽ ഡിസ്ട്രിക്ട്സ്, റിവേഴ്സ്. 6th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യനും.
5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 കേരളക്കരയിൽ, 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 മധ്യകാല കേരളം, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി. ഇംഗ്ലീഷിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, മാത്സിൽ ക്ലറിക്കൽ എബിലിറ്റി. ഡേ 49 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ആണ്. ഞാൻ പറഞ്ഞതുപോലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുക, PSC ബുള്ളറ്റിൻ വായിക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡേ 49 റിവിഷൻ ദിവസം ചെയ്യാം. ദെൻ ഡേ 50 കേരള ജോഗ്രഫിയിൽ ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇംഗ്ലീഷിൽ ഫോറിൻ വേർഡ്സ്, ഇഡിയംസ്, ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റൻസസ്. മലയാള സാഹിത്യത്തിൽ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. എക്കണോമിക്സിൽ ഫുൾ റിവിഷൻ. മാത്സിൽ റിവിഷനും ഏതൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത്? അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി. ഇത്രയും ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. എക്കണോമിക്സ് ഫുൾ റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് 2022 നവംബർ ആൻഡ് ഡിസംബർ പഠിക്കുക. ഡേ 51 കേരള ജോഗ്രഫിയിൽ എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം. കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി ആൻഡ് ഫെബ്രുവരി പഠിക്കുക. നെക്സ്റ്റ് മലയാളത്തിൽ ഫുൾ റിവിഷൻ, ദെൻ എക്കണോമിക്സ് ഫുൾ റിവിഷൻ ചെയ്യുക. ഡേ 52 ആണ്. ഡിഗ്രി പ്രിലിംസ് 2021 സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുക കേട്ടോ. ഡേ 52 മലയാളം ഫുൾ റിവിഷൻ, എക്കണോമിക്സ് ഫുൾ റിവിഷൻ ചെയ്യുക. ഡിഗ്രി ലെവൽ പ്രിലിംസ് 2021 സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, റിലേറ്റഡ് ഫാക്ട്സിൻ്റെ. ദെൻ ഡേ 53 മാത്സ് ഫുൾ റിവിഷൻ ചെയ്യുക, IT ഫുൾ റിവിഷൻ ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് 2021 സ്റ്റേജ് 2 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുക. ഡേ 54 സിവിക്സ് ഫുൾ റിവിഷൻ ചെയ്യുക, കേരള ഹിസ്റ്ററി ഫുൾ റിവിഷൻ ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 2022 സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുക. ഡേ 55 വേൾഡ് ഹിസ്റ്ററി ഫുൾ റിവിഷൻ, ഇന്ത്യൻ ജോഗ്രഫി ഫുൾ റിവിഷൻ. ഡിഗ്രി പ്രിലിംസ് 2022 സ്റ്റേജ് 2 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വർക്കൗട്ട് ചെയ്യുക. ഡേ 56 വേൾഡ് ജോഗ്രഫി ഫുൾ റിവിഷൻ, ഇംഗ്ലീഷ് ഫുൾ റിവിഷൻ. ഡിഗ്രി ലെവൽ പ്രിലിംസ് 2022 സ്റ്റേജ് 3 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വർക്കൗട്ട് ചെയ്യുക. ദെൻ ഡേ 57 കറണ്ട് അഫയേഴ്സ് 2022 ഫുൾ റിവിഷൻ ചെയ്യുക. ഡേ 58 കംപ്ലീറ്റ് റിവിഷൻ ആണ്. ഡേ 59 കംപ്ലീറ്റ് റിവിഷൻ ആണ്. ഡേ 60 കംപ്ലീറ്റ് റിവിഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 60 ഡേയ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 60 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടൈം ടേബിൾ. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പഠിക്കാൻ നമ്മൾ മാക്സിമം റിവിഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ കുറച്ച് ദിവസം കംപ്ലീറ്റ് റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കാതെ അത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രത്തോളം റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കണ്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. PDF നോട്ട്സ് എല്ലാം ടെലഗ്രാം വഴി കൊടുക്കുന്നുണ്ട്. സോ ടെലഗ്രാമിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്